സുനിൽ, നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ നടക്കുന്നത് EDയുടെ ഒരു ഇൻക്വയറിയാണ്. ആ അർത്ഥത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മണി ലോണ്ടറിങ്ങുമായി, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നതിന്, അതിൻ്റെ സിവിൽ പ്രൊസീഡിങ്സിൽ അറ്റാച്ച്മെൻ്റ് അടക്കം ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല. അതിന് നേരത്തെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യണമെന്നോ ഒരു പ്രെഡിക്കാമെൻ്റ് ഒഫൻസ് ഉണ്ടാവണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലാതെ തന്നെ EDക്ക് ഒരു സിവിൽ അന്വേഷണം നടത്താം, അതിൻ്റെ ഭാഗമായിട്ട് നടപടിക്രമങ്ങളും നടത്താം. പക്ഷേ വളരെ ശ്രദ്ധേയമായ കാര്യം പീനൽ പ്രോസിക്യൂഷൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ക്രിമിനാലിറ്റി ഉണ്ട് എന്ന് ഇപ്പോൾ തീർപ്പാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ED കൊടുത്തിരിക്കുന്ന രേഖകളിൽ പറയുന്നത്. EDക്കും അതിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ പ്രാഥമിക അന്വേഷണമാണ്, എൻക്വയറിയാണ് നടക്കുന്നത്, എൻക്വയറി അല്ല. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് കോടതിയിൽ നിന്ന് അടിയേറ്റിരിക്കുന്നു എന്നതാണ്. ED അന്വേഷണം കോടതി തടഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തടയണം എന്നതായിരുന്നു CMRLൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. അത് കോടതി അംഗീകരിച്ചിട്ടില്ല. അത് നേരത്തെ വിജയ് മണ്ഡൽ ചൗധരി കേസ്, സുപ്രീം കോടതിയിൽ നേരത്തെ വന്നിട്ടുള്ള വിജയ് മണ്ഡൽ ചൗധരി കേസിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് കേരള ഹൈക്കോടതി ഈ കേസിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. 2019 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി അനുസരിച്ച് ഒരു FIRO കുറ്റപത്രമോ ചാർജ് ഷീറ്റോ ഒന്നുമില്ലാതെ തന്നെ ഒരു വിഷയത്തിൽ, ഒരു കേസിൽ ഒരു കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് തോന്നുകയാണെങ്കിൽ റെയ്ഡ് നടത്താനും ആരെങ്കിലും വേണമെങ്കിൽ ചോദ്യം ചെയ്യാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഒക്കെയുള്ള അധികാരം EDക്ക് ഈ നിയമ ഭേദഗതിയിലൂടെ, PMLA നിയമ ഭേദഗതിയിലൂടെ നൽകുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ റെയ്ഡുകളും അന്വേഷണവും ഒക്കെ തന്നെ ED രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ പ്രധാനമായും CMRL കേരള ഹൈക്കോടതിയിൽ വാദിച്ചത് ഈ കേസ് PMLA നിയമപ്രകാരമുള്ള ഒരു ഷെഡ്യൂൾ ഒഫൻസ് ഇല്ല ഈ കേസിൽ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഷെഡ്യൂൾ ഒഫൻസ് ഇല്ലാത്തൊരു കേസിൽ, അതിലൊരു FIR രജിസ്റ്റർ ചെയ്യാത്ത ഒരു കേസിൽ, ഒരു ചാർജ് ഷീറ്റ് നൽകാത്ത ഒരു കേസിൽ എങ്ങനെയാണ് ED അന്വേഷണം നടത്തുക എന്ന പ്രധാനപ്പെട്ട നിയമപരമായ ചോദ്യമാണ് CMRL കേരള ഹൈക്കോടതിയിൽ ഉയർത്തിയത്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. വിജയ് മണ്ഡൽ ചൗധരി എന്ന് പറയുന്ന കേസിൽ അങ്ങനെ ഒരു FIR വേണ്ട എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് PMLA ആക്ട് പ്രകാരമുള്ള സിവിൽ ഒഫൻസുകൾ EDക്ക് അന്വേഷിക്കാം. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുപ്രകാരം EDക്ക് ആരെയും സമൻസ് നൽകി വിളിപ്പിക്കാം. അതൊരു പ്രതി എന്ന നിലയിലല്ല, അത് വിവരശേഖരണത്തിൻ്റെ ഭാഗമായി അവരെ വിളിപ്പിക്കാം, ചോദ്യം ചെയ്യാം. വേണമെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിലേക്ക് പോകാം. അത്തരം നടപടികളൊക്കെ തന്നെ EDക്ക് സ്വീകരിക്കാം. പക്ഷേ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആവുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഈ വിവരശേഖരണത്തിലൂടെ, ഈ മൊഴിയെടുപ്പിലൂടെ, ഈ റെയ്ഡിലൂടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസായി, ഇതൊരു കള്ളപ്പണ ട്രാൻസാക്ഷൻ നടന്നു എന്ന് വളരെ കൃത്യമായി തെളിയിക്കപ്പെടുന്ന എന്തെങ്കിലും രേഖകൾ EDക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസായി ഇത് മാറും എന്ന് EDക്ക് പൂർണ്ണമായൊരു ബോധ്യം വരികയാണെങ്കിൽ തീർച്ചയായും മറ്റ് അന്വേഷണ ഏജൻസികളെ സമീപിച്ചുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്ത ഒരു നീക്കത്തിലേക്ക് പോകാം. അതല്ല എങ്കിൽ EDക്ക് വേണമെങ്കിൽ തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ സാധിക്കും. നിലവിലുള്ള ECIR വെച്ചുകൊണ്ട് തന്നെ, ECIR എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു FIR ആണ്. അവർ ഇൻറ്റേർണൽ രേഖയായി സൂക്ഷിക്കുന്ന ഒരു FIR ആണ്. അതിന് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നതോ അല്ലെങ്കിൽ CBI രജിസ്റ്റർ ചെയ്യുന്നതോ പോലെയുള്ള FIRൻ്റെ ഒരു നിയമപരിരക്ഷയില്ല. അതൊരു ഇൻറ്റേർണൽ രേഖയായി വെക്കുന്നതാണ്. ഏതായാലും അങ്ങനെയുള്ള നടപടികളുമായി EDക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത വേണമെങ്കിൽ ഇന്നത്തെ ഹൈക്കോടതി വിധിയിലൂടെ തുറന്നു വെക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാം, കൂടുതൽ അന്വേഷണ പരിധിയിലേക്ക്, അന്വേഷണ ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. ഏതായാലും ഈ കേസ് ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ കൂടി വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CMRL സ്വാഭാവികമായും ഈ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇന്നത്തെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ തന്നെ സുപ്രീം കോടതി സമാനമായൊരു കേസിൽ തീരുമാനമെടുത്തതുകൊണ്ട് അത് മറികടന്നുകൊണ്ട് ഈ ഒരു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ തീരുമാനം സ്റ്റേ ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു പ്രാഥമിക അന്വേഷണമാണ്. പ്രാഥമിക അന്വേഷണം തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കം ഒരു കാലത്തും കോടതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല. അത് അതിൻ്റെ ലീഗൽ സൈഡ് എന്ന് പറയുന്നത്.
ഇതിൻ്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കേസിൻ്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ ടി ഉൾപ്പെട്ട കേസാണ് എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത്. ഈ കേസിനെ രാഷ്ട്രീയമായി ഇത്രയും വലിയ വിവാദത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. നേരത്തെ ഇൻറ്ററിം സെറ്റിൽമെൻറ്റിൽ പിണറായി വിജയൻ്റെ മകൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് ഈ ഒരു ഇടപാട് നടന്നത് എന്നൊരു പരാമർശം വന്നതുകൊണ്ടാണ് ഈ കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടാകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയ സംഘമായി എത്തുകയും പിണറായി വിജയൻ്റെ വീട്ടിലടക്കം 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തുന്ന വലിയൊരു നീക്കത്തിലേക്ക് മാറിയപ്പോഴാണ് ഇതൊരു മറ്റൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കേസായതുകൊണ്ടാണ് ഇന്ന് കേരള ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ അതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉള്ളത് വീണ ടി എങ്ങനെ ഈ കേസിനെ നേരിടും എന്നുള്ളതാണ്. CPM എങ്ങനെ ഈ കേസിനെ നേരിടും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ടെലിവിഷൻ ചർച്ചകളിലൊന്നും തന്നെ CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ വന്നിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ കേസിനെ CPIM നേരിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു തീരുമാനം CPM എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതൊരു നല്ല കാര്യമാണ്. കാരണം ഈ കേസിൽ നേരത്തെയൊക്കെ തന്നെ ഉയർന്നൊരു വിമർശനം എന്ന് പറയുന്നത്, ഞാൻ 2 വിഷയം പറയാം, രാഷ്ട്രീയമായും സംഘടനാപരമായും CPMനെ സംബന്ധിച്ച്. ആദ്യം സംഘടനാപരമായ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ CPMനകത്ത് തന്നെ ഉയർന്നൊരു വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയാൽ അതിനെ രാഷ്ട്രീയമായി നേരിടാം എന്നുള്ളൊരു നിലപാട് പാർട്ടിക്കകത്തുണ്ട്. അതേസമയം വീണ തൈക്കണ്ടിയിലെതിരെ ഒരു കേസ് വന്നാൽ അതിന് എന്തിന് CPM നേരിടണം എന്നൊരു വലിയ വിമർശനം പാർട്ടിക്കകത്ത് ഉയർന്നിരുന്നു, ഒരു ചോദ്യം ഉയർന്നിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയില്ല എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ അക്കാര്യത്തിലൊരു നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യമായി ഈ കേസിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കേസിൽ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് CPM നേതാക്കൾ വരുമോ? ഇന്നിപ്പോൾ AK ബാലനടക്കം പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ അത്തരം വിഷയങ്ങളിൽ ഈ കേസിൽ വീണ തൈക്കണ്ടിയിലിനെ സംരക്ഷിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീണ ടിക്ക് എങ്ങനെയാണ് ഈ പണം CMRL നൽകി എന്നതാണ്. അവർ സേവനം നൽകിയില്ല എന്ന് പറയുന്നു. സേവനം നൽകാതെ തന്നെ അവർക്ക് ഏതാണ്ട് 2.78 ലക്ഷം കോടി രൂപ CMRL നൽകിയിരിക്കുന്നു. 182 കോടി രൂപയുടെ ഇടപാടുകളാണ് CMRL കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ വ്യാജ ചെലവുകൾ നടത്തിയിരിക്കുന്നത് എന്ന് SFIO കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 2.78 കോടി രൂപ കഴിഞ്ഞ് ബാക്കി തുക ഇവിടെയൊക്കെ പോയി എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വലിയ അന്വേഷണം ഒരുപക്ഷെ ED ഇനി നടത്താനുള്ള സാധ്യതയുണ്ട്. അതിൽ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിൽ വീണ ടി പ്രതിയാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി മൂന്നാമത്തെ വിഷയം വന്നാൽ ഇതിൻ്റെ രാഷ്ട്രീയ വശം നോക്കിയാൽ സ്വാഭാവികമായും CPMനെ ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ കേസ് സൃഷ്ടിക്കാൻ പോകുന്നത്. നേരത്തെ നമുക്കറിയാം SNC ലാവ്ലിൻ കേസ് വന്നപ്പോൾ അത് പിണറായി വിജയനെതിരെയുള്ള ഒരു കേസായിരുന്നു. ആ കേസ് ഒരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് അന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുകയും ആ കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള തീരുമാനം അന്ന് CPM എടുക്കുകയും ചെയ്തു. അങ്ങനെ പിണറായി വിജയനെതിരെയുള്ള ആ ഒരു നീക്കത്തെ ശക്തമായി രാഷ്ട്രീയമായി പ്രതിരോധിച്ചു. പക്ഷേ ഈ കേസിൽ അങ്ങനെയൊരു നിലപാട് ഒരുപക്ഷെ CPMന് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലും CPM ഈ ഒരു കേസിൽ പിണറായി വിജയനെതിരെ ഈ ഒരു അന്വേഷണ നീക്കം വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകും. പക്ഷേ അപ്പോഴും CPMൻ്റെ ഒരു പ്രതിച്ഛായയ്ക്ക് ഈ കേസ് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വലിയ വിവാദത്തിലാണ് CPMനെ ഈ ഒരു കേസ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള പ്രതിഷേധ നീക്കങ്ങൾ, വലിയ നാടകങ്ങൾ, ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു അനാവശ്യ പ്രതിസന്ധിയിലേക്ക് CPMനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും രാഷ്ട്രീയമായും സംഘടനാപരമായും CPMന് ആ നിലയിൽ ദോഷം ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ വിലയിരുത്തുകയാണ്. ഏതായാലും ഈ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും. ED
ED പല കേസുകളിലും പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നടത്തുന്ന നീക്കങ്ങൾ അത് BJPയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കേസുകൾ പൂർത്തിയാകാത്ത സാഹചര്യം, വളരെ അപൂർവം കേസുകളിൽ മാത്രമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആ കേസ് ഒരു വിചാരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ കോടതിയിൽ തള്ളിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നമുക്കറിയാം മദ്യക്കോഴയുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ്, എത്രയോ കാലം മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ കേസ് കോടതിയിൽ വിചാരണ പൂർത്തിയായപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കി വിടുകയും ആ കേസ് തന്നെ ഡൽഹി കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതാണ് ED കേസിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് കോടതിയിലെത്തുമ്പോൾ, അതിൻ്റെ ഒരു പ്രോസിക്യൂഷൻ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പലപ്പോഴും EDക്ക് തന്നെ സാധിക്കാത്തൊരു സാഹചര്യം. കേജ്രിവാളിന് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അതെ, രാഷ്ട്രീയമായി അദ്ദേഹം തകർന്ന് തരിപ്പണമായി എന്ന് പറയാം. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ് അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ രംഗത്ത് അപ്രസക്തമായി പോയ ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും അങ്ങനെയാണ് ED കേസുകളൊക്കെ തന്നെ കോടതിയിൽ വരുമ്പോഴും ഉണ്ടാകുന്നത്. ഏതായാലും കേരളത്തിൽ എന്തൊക്കെ നീക്കങ്ങൾ ED ഇനി വരും ദിവസങ്ങളിൽ നടത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അവിടെ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ കേസിലെ നീക്കം എന്ന് പറയുന്നത് തീർച്ചയായും CPM-നെ എങ്ങനെ ബാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് കൗതുകമുണ്ട്, ആശങ്കയുണ്ട്. അത് ഒരുപക്ഷെ സംഘടനാപരമായും രാഷ്ട്രീയപരമായും CPM-നെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇത് CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ കേസ്. കാരണം ഇതിൽ നിലനിൽക്കുന്നൊരു സംശയം തന്നെയാണ്. കാരണം വീണ ടിക്ക് എന്തിന് ഈ പണം കിട്ടി, ഒരു സേവനവും നൽകാതെ എന്തിന് അവരുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം വന്നു, എങ്ങനെയാണ് CMRL പോലുള്ളൊരു കമ്പനി, എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയത്, ഇങ്ങനെയൊരു ഇടപാട് മാത്രമേ വീണ തൈക്കണ്ടിയുടെ ഈ കമ്പനി നടത്തിയിട്ടുള്ളൂ എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും CPM ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ നിലപാട് സ്വാഗതാർഹമാണ്. പരസ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ ടിക്ക് ഒരു സംരക്ഷണം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സ്വാഗതാർഹമാണ്. അതേസമയം ഇത് പിണറായി വിജയനെതിരെ വരികയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം, നിയമപരമായും. Meet the editors.